ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ വീണ്ടും ആനക്കുളത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആനകൾ ഇപ്പോൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. നമ്മുടെ പ്രതീക്ഷ ഒന്നും തെറ്റിയില്ല. നമുക്ക് ഇത്തവണ ഒത്തിരി ആനകളെ കിട്ടി. അപ്പോൾ നമ്മുടെ പതിവ് സ്ഥലത്ത് തന്നെ വന്ന് ആനകളിങ്ങനെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഇത്തവണ ഉച്ചയ്ക്ക് തന്നെ ഇവിടെ എത്തി. പക്ഷെ നമ്മൾ വന്ന സമയത്ത് ആനകളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഒത്തിരി ആനകൾ ഇവിടെ നിന്ന് കയറിപ്പോയി എന്നറിഞ്ഞു. അപ്പോൾ നമുക്ക് ആകെ ഡൗട്ടായിരുന്നു വരുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ നമ്മൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ, ഇവിടെയുള്ള ആളുകളെയൊക്കെ നമ്മുടെ ഒരു ഫോറസ്റ്റിൻ്റെ ആളുകൾ കയറ്റി വിടാണ്, വാച്ചർമാർ. അപ്പോൾ ആനകൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അവരവിടെ നിന്ന് കയറ്റി വിടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണും, കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോൾ വരുന്നത് ഒരു കൂട്ടം ആനകളാണ്. അതിനുശേഷം മറ്റൊരു കൂട്ടവും ഈ ഒരു കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടം എങ്ങനെ റിയാക്ട് ചെയ്യും, അതായത് വേറൊരു കൂട്ടം ഈ ഒരു ആനക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഇതൊക്കെ കാണാൻ പോകുന്നത്. അതിനുശേഷം മൂന്നാമത്തെ ബാച്ച് ആനകളും വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ടൊരു കൊമ്പനും വരുന്നുണ്ട്. അങ്ങനെ പല ടൈമിൽ പല കൂട്ടം ആനകളാണ് നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ ഫസ്റ്റിലത്തെ ബാച്ച് ആനക്കൂട്ടം നടന്നു വരികയാണ്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ 9 ആനകളുണ്ടായിരുന്നു. അതുമാത്രമല്ല 2 പൊടി കുഞ്ഞുങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവർ നമ്മുടെ ആ ഒരു വെള്ളം കുടിക്കുന്ന ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആനക്കുളത്തേക്ക് പോകാൻ താല്പര്യമുള്ളവരൊക്കെ പൊക്കോളൂ. ഡെയിലി ആനയുണ്ടെന്നാണ് അറിഞ്ഞത്. നമ്മൾ ഇന്ന് വന്ന ദിവസവും രാവിലെ ഒരു കൂട്ടം ആനകൾ കയറിപ്പോയി. എന്നിട്ട് ഉച്ചയായപ്പോഴാണ് മറ്റൊരു ആനക്കൂട്ടം വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇനി വേറെയും ആനകൾ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പാണ്, നിങ്ങൾക്കും ഉറപ്പായിട്ട് ആനക്കുളത്തേക്ക് പോകാനായിട്ട് തോന്നും. അപ്പോൾ വന്ന വഴി അവർ ആ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് അത്ര കെയർഫുള്ളായിട്ട് അവിടെ വന്ന് നിൽക്കുന്നത്. അവരെയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങണമല്ലോ. ഇത്രയധികം പിടിയാനക്കൂട്ടങ്ങളെയും കുട്ടികളെ വരെ അടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ആനക്കുളത്തേക്ക് തന്നെ വരണം. ഇവിടെ കൊമ്പന്മാർ വരാറുണ്ടെങ്കിൽ പോലും വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ പിടിയാനകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റേത് സ്ഥലത്ത് പോയാലും ഇങ്ങനെ തൊട്ടടുത്ത് പിടിയാനകൾ ഇതുപോലെ കാണാൻ പറ്റില്ല. പിന്നെ അതിനേക്കാൾ ഉപരി ഇവിടുത്തെ ഈ ഒരു നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഈ ഒരു ആനയെ ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അതുമാത്രമല്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ സ്വന്തം നാട്ടിൽ ചിലരൊക്കെ പറയുന്നത് യൂട്യൂബേഴ്സ് കാരണമാണ് ആനകൾ ഇവിടെ ഇറങ്ങുന്നതെന്നാണ്. അതുമാത്രമല്ല, ഫോട്ടോഗ്രാഫേഴ്സിനെ നിരോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനകളുടെ ശല്യം കുറയും എന്നൊക്കെ പറയുന്നത് ഇവിടെയൊക്കെ കേൾക്കാം. അതൊക്കെ പോട്ടെ, അതൊക്കെ ചില വെളിവില്ലാത്ത ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. എന്തായാലും ഈ നാട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇടുക്കി ജില്ലയിലെ ആനക്കുളം എന്ന മനോഹരമായ സ്ഥലത്താണ് നമ്മൾ ഇത്രയധികം ആനകളെ കാണാൻ നമുക്ക് അതും വളരെ തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ് ഇവിടെയുള്ള ആളുകൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു പിടിയാനകളൊക്കെ വന്ന് അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഒരു കുട്ടികളെയും കൊണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങണം. അപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് മാറാൻ വേണ്ടിയിട്ടൊരു ടൈം കൊടുക്കുന്നതാണ് അവിടെ നിന്നിട്ട്. കണ്ടില്ലേ, വലിയ ആനകൾ ഇറങ്ങിയതിന് ശേഷമാണ് ആ കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് ആ പിടിയാനകൾ ഇറങ്ങി വരുന്നത്. നമുക്കിപ്പോൾ മാത്രമായിട്ട് ഇവരിങ്ങനെ ഒന്ന് ഇത്തിരി നേരെ കാണാനും കൂടെ പറ്റുള്ളൂ. ആ ഒരു വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു കുട്ടികളെ നിർത്തുക. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, അവരെ കാണാൻ പറ്റുന്നില്ല. ഒന്ന് ഇറങ്ങി വന്നപ്പോൾ മാത്രമാണ് ഒന്ന് ശരിക്കും കാണാൻ പറ്റുന്നത് തന്നെ. ആ കുഞ്ഞുങ്ങളെ നമ്മളൊന്ന് കാണിക്കുക പോലും ചെയ്യാണ്ടാണ് ആ ഒരു പിടിയാനകൾ അവരെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പിടിയാനക്കൂട്ടം എപ്പോഴും ഭയങ്കര ഡേഞ്ചറാണെന്ന് പറയാൻ കാരണം. ഇതുപോലുള്ള ചെറിയ ആനകൾ കൂടി ഉണ്ടാകുമ്പോൾ അവരെപ്പോഴും ഇങ്ങനെ ഭയങ്കര കെയർഫുള്ളായിട്ട് നടക്കുള്ളൂ. നമ്മളൊന്നും അടുത്തേക്ക് ചെല്ലുന്നത് പോലും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്നത് ഫസ്റ്റ് ബാച്ച് ആനകളാണ്. അപ്പോൾ ഇവർ വെള്ളം കുടിച്ച് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ ഇനി അടുത്ത കൂട്ടം ആനകൾ വരും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടില്ലേ, ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം ആ കുട്ടികളെ അത്രയും കെയർഫുള്ളായിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇത്രയെങ്കിലും കാണാൻ പറ്റുന്നത്. സാധാരണ എല്ലാവരും നിൽക്കണോടത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും റിലാക്സ് ആയിട്ട് നിന്ന് കാണാനോ ഒന്നും പറ്റില്ല. ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ 20 രൂപ കൊടുത്താൽ മതി ഒരാൾക്ക്. അപ്പോൾ നമ്മൾ അവിടെ വന്നിരുന്നിട്ടാണ് ഇപ്പോൾ ഈ ആനകളുടെ കാഴ്ചയൊക്കെ കാണുന്നത്. അങ്ങനെ ഇവിടെ ഈ ഒരു കൂട്ടം ആനകൾ വളരെ സ്വസ്ഥമായും സമാധാനപരമായും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ ഇവർ വന്നിട്ട്. അപ്പോഴാണ് മറ്റൊരു കൂട്ടം ആന പെട്ടെന്ന് കാടിനുള്ളിൽ നിന്ന് ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഇറങ്ങി വരുന്നത് മറ്റൊരു ബാച്ചാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു കൂട്ടത്തിലുള്ളതല്ല. അപ്പോൾ ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം പുതിയൊരു കൂട്ടം വരുമ്പോൾ അവരിലേക്ക് ചേർക്കുമോ അതോ ഇവർ മാറിപ്പോകുമോ എന്നൊക്കെ പണ്ട് മുതലേ എനിക്കുള്ളൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ 4 ആനയുള്ളൂ. അപ്പോൾ ഇവരുടെ ബാക്കി ആനകളൊക്കെ ഇപ്പോൾ തന്നെ ഇറങ്ങി വരും. ഇപ്പോൾ 4 പേരെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് മാത്രം ഇത്തിരി ധൈര്യമുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നേക്കാണ്. അപ്പോൾ മറ്റവന്മാരവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അറിഞ്ഞില്ല കേട്ടോ പുതിയൊരു കൂട്ടം കൂടെ വന്നിട്ടുണ്ടെന്നുള്ളത്.
അപ്പോൾ ആദ്യം വന്നവരിപ്പോൾ വന്നിട്ട് 1 മണിക്കൂറിന് മേലെയായി. അപ്പോൾ അവർ വന്നിട്ട് മാറിപ്പോടാ, ഞങ്ങൾ വന്ന് ഇനി ഞങ്ങൾക്കും വെള്ളം കുടിക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ള പിടിയാനകളൊക്കെ വന്നിട്ട് ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആനകളെയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആനകൾക്ക് മനസ്സിലായി പുതിയൊരു ആനക്കൂട്ടം അവിടെ എത്തി, ഇനി അവർക്ക് വെള്ളം കുടിക്കാനുള്ളൊരു ടൈമാണെന്ന്. പിന്നെ കണ്ട കാഴ്ചയൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളതായിരുന്നു. ഈ ആദ്യം വന്ന ബാച്ച് ഈ രണ്ടാമത് വന്ന ബാച്ചിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറിക്കൊടുത്തു, അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യം വന്ന ആനക്കൂട്ടം ഏകദേശം 1 മണിക്കൂറിന് മേലെ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു. അപ്പോൾ രണ്ടാമത് വന്ന ബാച്ചിൽ ആ ഒരു പിടിയാനകൾ തമ്മിൽ തുമ്പിക്കൈ കൊണ്ട് വിഷ് ചെയ്യണമെന്നാണോ അവരെന്ത് കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും രണ്ടാമത് വന്ന ബാച്ചിന് വേണ്ടിയിട്ട് ആദ്യം വന്നവർ അവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണ്. അതും ആ ഒരു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കുറേ കാലത്തെ എൻ്റെ ഒരു സംശയം കൂടിയായിരുന്നു, ഇങ്ങനെ മറ്റൊരു ആനക്കൂട്ടം വരുമ്പോൾ ഇപ്പോൾ ആദ്യം വന്ന ആനക്കൂട്ടം അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആദ്യം വന്ന ഒരു ആനക്കൂട്ടം. അവർ കണ്ടില്ലേ, ആ ഒരു പൊടി കുഞ്ഞിനെയൊക്കെ കൊണ്ട്, അതിനകത്ത് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നത്, ആ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ ആ ഒരു ഭാഗത്തുനിന്ന് കയറിപ്പോയിട്ടോ. അപ്പോൾ രണ്ടാമത് വന്ന ബാച്ചിലെ 4 ആനകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ വെള്ളം കുടിക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ ബാച്ചിൽ ഇനിയും ആനകൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇവരൊക്കെ പോയതിന് ശേഷമാണ് അവർ വരത്തുള്ളൂ. അപ്പോൾ ഇത്തവണ ആനക്കുളത്ത് വന്ന് കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇങ്ങോട്ട് വരണമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു. ഇത്ര പേരുത്ത് ആനകൾ വരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, അതുമാത്രമല്ല ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയ്ക്കധികം കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കയറിപ്പോയ ആനകൾ ആ ഒരു ഇതിൻ്റെ കരയ്ക്ക് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് 2 പേരും കൂടെ വരാനുണ്ട് ആ ഒരു കൂട്ടത്തിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വെള്ളം കുടിച്ച് മതിയായില്ലാന്ന് തോന്നുന്നു, അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും ആ ഒരു കൂട്ടത്തിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇവിടെ നിന്ന് ആനകളൊക്കെ ഇവിടെ നിന്ന് പോവാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാട്ടാനകൾ മറ്റുള്ള ആനകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത്. എൻ്റെ വീഡിയോസിലും ഈ കൊമ്പന്മാരിങ്ങനെ വെയിറ്റ് ചെയ്യണത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ 2 കുഞ്ഞുങ്ങൾ പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. കാരണം അയ്യോ, ഇനി അവരെ കാണാൻ പറ്റില്ലല്ലോ, അവർ പോവാണ്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചിലെ ബാക്കിയുള്ള ആനകളും കൂടി ഇറങ്ങി വന്നേക്കാണ്. അപ്പോൾ ആ ഒരു കൂട്ടത്തിലും ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു കുട്ടി. അപ്പോൾ എനിക്ക് വീണ്ടും സന്തോഷമായി. മറ്റേ ആനകൾ കയറിപ്പോയെങ്കിലും കുഴപ്പമില്ല, രണ്ടാമത് വരുന്ന ബാച്ചിലും ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ആനകളാട്ടോ ഇപ്പോൾ നേരത്തെ ഒരു 4 എണ്ണം വന്നിട്ട് അവിടെ ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് ആ ആനകൾ ഇറങ്ങി വരാണ്. അപ്പോൾ ഇവിടെ കരയ്ക്ക് കയറി നിന്ന ആനകൾ മറ്റൊരു വഴിയിൽ കൂടെ പോവാണ്. അപ്പോൾ ആ ഇറങ്ങി വന്ന ആനകൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിൽക്കട്ടെ, അവർ പോവോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ നേരെ മറ്റേ വെള്ളം കുടിക്കുന്ന ആനകളുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ആ ഒരു രണ്ടാമത്തെ ബാച്ച് ആനകൾ വെള്ളം കുടിക്കാൻ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവർ തിരിച്ച് കയറിപ്പോയി. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ആ ഒരു കുഞ്ഞു കുട്ടി ഉറങ്ങാൻ കിടക്കുകയാണോ അതോ ഉരുണ്ട് വീണോ എന്ന് എനിക്കറിയില്ല. അവിടെ കിടന്ന് എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു തള്ളാനകൾ അതിനെ എടുത്തോട്ട് വേഗം അങ്ങോട്ട് കയറിപ്പോയി. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇനി 3ാമത്തെ ബാച്ച് ആനകൾ ഈ ഒരു സൈഡിൽ തന്നെ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് ഇവർക്ക് മനസ്സിലായി, നമ്മളപ്പോഴും കണ്ടിട്ടില്ല, ഇവരും കൂടെ കയറി പോയിട്ട് വേണം അവർക്ക് ഇനി ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇവിടെയുള്ള ആനകൾ തന്നെയാണ് ഈ സൗണ്ട് ഉണ്ടാക്കണതെന്നാണ്. പക്ഷേ വേറെ ആനകളാണ് ആ ഒരു കാടിനുള്ളിൽ നിന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി മനസ്സോടെയാണ് നിൽക്കുന്നത്. ആൾക്കിപ്പോൾ പോകാനൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ കൂട്ടത്തിലുള്ള ആനകളൊക്കെ പോവാണല്ലോ എന്ന് കരുതിയിട്ട് അവരുടെ ഒപ്പം അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ ഫസ്റ്റ് ബാച്ചിലെ എല്ലാ ആനകളും കാട് കയറി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ബാച്ച് ആനകൾ സ്വസ്ഥവും സമാധാനപരവുമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് 3ാമത്തെ ബാച്ച് ആനകൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആനകൾ വന്നിട്ട് ഏകദേശം 5-10 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോഴാണ് 3ാമത്തെ ബാച്ച് മല ഇറങ്ങി ഇവിടെ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ഫസ്റ്റ് ബാച്ച് കയറിപ്പോയില്ല, അവർ വീണ്ടും ഇറങ്ങി വരുന്നതാണ്. പക്ഷേ ഇവരുടെ ദേഹം നോക്കിയാൽ ഒരു തുള്ളി പോലും നനഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വേറൊരു കൂട്ടാണെന്ന്. അപ്പോൾ എനിക്ക് പിന്നെയും കൺഫ്യൂഷനായിട്ടോ, ഇവർ ചെന്ന് കഴിയുമ്പോൾ മറ്റവർ കയറിപ്പോവോ? ഫസ്റ്റ് ബാച്ച് ഇതുപോലെ വേറെ ആനക്കൂട്ടം വന്നപ്പോൾ കയറിപ്പോയല്ലോ, അതുപോലെ ഇവർ കയറിപ്പോകാൻ ചാൻസ് ഇല്ല. കാരണം ഇവർ വന്നിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ. അപ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പിന്നെയും കൺഫ്യൂഷനായി. അപ്പോൾ 3ാമത്തെ ബാച്ചിൽ ഇഷ്ടം പോലെ ആനകളാണ്, എണ്ണാൻ പോലും പറ്റുന്നില്ല. അതുപോലെ ആനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടില്ലേ, അതിൽ കുട്ടിയും വലുതും. ഒരു കുട്ടി ഓടി ഓടി പോവുകയാണ്. അത്രയും വികൃതി കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. വെള്ളം കണ്ട വഴി അത് ഓടുവാണ്. അപ്പോൾ ഈ ഒരു 3ാമത് വന്ന ബാച്ചിൽ ആനകൾ കൂടുതലുള്ള സ്ഥിതിക്കും
രണ്ടാമത് വന്ന ബാച്ച് വന്നിട്ട് കുറച്ച് നേരമായിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും നിന്നിവിടെ വെള്ളം കുടിക്കാനാണ് ചാൻസ്. അല്ലാതെ മറ്റു ആനകൾ കയറി പോകാനുള്ള യാതൊരുവിധ ചാൻസും ഞാനിവിടെ കാണുന്നില്ല. അപ്പോൾ ഇതേ കുട്ടി പോകുന്നത് കണ്ടോ, ഭയങ്കര സ്പീഡിൽ എനിക്ക് ഇപ്പം തന്നെ വെള്ളം കുടിക്കണം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ആ ഒരു പോക്ക്. അപ്പോൾ ഇത്രയും നാൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇവിടെ അത്രയധികം ആനകൾ വരാറുണ്ടെന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കൺമുമ്പിൽ കാണാണ്. മൂന്നാമത്തെ ബാച്ചും കൂടെ ഇറങ്ങി വന്നതിന് ശേഷം ഇവിടെ നിറച്ചും ആനകളായി, നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ. അതായത് അവർക്ക് ആ ഒരു കുറച്ച് സ്ഥലത്ത് നിന്ന് മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പരമാവധി നിൽക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആനകൾ ഇപ്പം തന്നെ വന്നു. ഇപ്പോൾ അതേ 2 ബാച്ചും കൂടെ അങ്ങോട്ട് മിക്സ് ആയിട്ടോ ഒന്നിച്ചു. അപ്പോൾ ഇതിനിടയിൽ 2 ബാച്ചിലെയും ഓരോ പിടിയാനകൾ തമ്മിൽ ചെറിയൊരു അടിപിടിയൊക്കെ ഉണ്ടായിട്ടോ, അതേ കാണാൻ പാടില്ലേ. അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ തുമ്പിക്കൈ കൊണ്ട് ഇടിക്കും തൊഴിക്കുന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ രണ്ടാമത് വന്ന ബാച്ചിലെ പിടിയാനകൾ അതിനകത്തുണ്ടായിരുന്ന 2 ആനകളെയും കൂട്ടിയിട്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമൊന്നും ആവണ്ട എന്നുള്ള രീതിയിൽ ഇതാ കണ്ടില്ലേ, അവരവിടെ നിന്നിട്ട് ആ ഒരു കൂട്ടത്തിൽ നിന്ന് മാറി മല കയറി പോകാനുള്ള ഒരു പ്ലാനാണ്. പക്ഷെ ആ ഒരു കൂട്ടത്തിൻ്റെ ബാക്കി ആനകൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട്. അവർ പിണങ്ങി അങ്ങോട്ട് മാറി നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ലാസ്റ്റ് പോകുന്ന ഒരു ആനേനെ കണ്ടോ, അത് കോംപ്രമൈസ് ചെയ്ത് അവരെ വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നതാണ് കേട്ടോ. അവർ പിണങ്ങി പോയെങ്കിലും ഇപ്പോൾ ആ ഒരു ബാക്കിൽ കൂടെ പോകുന്ന ആന ഇപ്പോൾ അവരെ പോയിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും. നല്ല രസമാണ് ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട്. അപ്പോൾ ഈ ഫ്രണ്ടിൽ ഇതാ 2 പിടിയാനകൾ എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് അവർ ആ ഒരു ഉരുണ്ടുരുണ്ടങ്ങ് കയറി പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിലൊരു കുട്ടിയും അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിലുള്ള ആന അവിടെ നിൽക്കാനുള്ള ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള ആന ഇപ്പോഴും അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പോയി പിണക്കൊക്കെ മാറ്റി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം എന്നുള്ള രീതിയിലാണ് ആ ബാക്കിൽ പോകുന്ന ആന പോകുന്നത്. അപ്പോൾ 2 പിടിയാനകളും എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടാട്ടോ അങ്ങോട്ട് ആ ഒരു കാടിനുള്ളിലേക്ക് കയറി പോകുന്നത്. അതേസമയം ഇവിടെ 2 ടീംസുകൾ തമ്മിൽ ഇടി നടക്കുകയാണ്. ഞങ്ങൾക്കും വെള്ളം കുടിക്കണം എന്നുള്ള രീതിയിൽ 2 ടീംസും തമ്മിൽ ഇടി നടക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ആ പിണങ്ങിപ്പോയ പിടിയാനയെയും ആ കുട്ടീനെയൊക്കെ കൊണ്ടുപോയിട്ട് ആ ബാക്കിൽ പോയ ആന വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവനവിടെ പോയിട്ട് എന്ത് പറഞ്ഞു എന്നറിയില്ല, പോയതിനേക്കാൾ സ്പീഡിലാണ് ഇപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അത്രയ്ക്ക് നല്ല വിഷ്വൽസാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ ടീംസിനും മൂന്നാമത്തെ ടീംസിനും വെള്ളം കുടിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഇപ്പോൾ 2 പേരും 2 ഭാഗത്തേക്ക് 2 ടീമായിട്ട് നിന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ടീമും റൈറ്റ് സൈഡിൽ വേറൊരു ടീമും, അവരുടെ നിപ്പ് കണ്ടാൽ തന്നെ അറിയാം 2 പേരും 2 ടീംസായിട്ട് നിന്നിട്ടാണ് ഇപ്പോൾ വെള്ളം കുടിക്കുന്നത്. എന്തായാലും കുറച്ച് അടിയും ബഹളമൊക്കെ ഉണ്ടായെങ്കിൽ പോലും ലാസ്റ്റ് കോംപ്രമൈസ് ആയി എല്ലാവർക്കും വെള്ളം കുടിക്കാൻ പറ്റിയല്ലോ, അത് മതി. അപ്പോൾ ഇതിനിടയിലാണ് ഒരു കൊമ്പൻ്റെ എൻട്രി. അപ്പോൾ ഇത്രയും പിടിയാനക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു കൊമ്പൻ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ പിടിയാനകളുടെ റിയാക്ഷൻ എന്തായിരിക്കും അത് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒറ്റയ്ക്ക് ഒരുത്തന്തേ വന്നേക്കാണ് അവസാനം. സാധാരണ കഥകളിലൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് ആനക്കുളത്ത് കൊമ്പന്മാരങ്ങനെ വരാറില്ല എന്ന്. പക്ഷേ ഇവിടെ ഇപ്പോൾ കൊമ്പന്മാരൊക്കെ വരുന്നുണ്ട്. ഇതിന് മുന്നേ ഞാൻ വന്നപ്പോഴും എനിക്കിവിടെ ഒരു കൊമ്പനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൊമ്പൻ പതുക്കെ പതുക്കെ നമ്മുടെ ഒരു പിടിയാനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ വന്നത് വേറെ ഒന്നിനല്ല, വെള്ളം കുടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ കൊമ്പനെ കണ്ട വഴി കുറേ പിടിയാനകൾ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട് കേട്ടോ. ഇവൻ ഏതടാന്നുള്ള രീതിയിലാണ് ചില പിടിയാനകളുടെ ഓട്ടം. അതിപ്പോൾ നമുക്ക് കാണാം, ഒരുത്തി ഓടി ജീവനും കൊണ്ട് ഓടുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ആനക്കുളത്തെ ആനക്കാഴ്ചകൾ. നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും നേരിട്ട് കണ്ടപ്പോൾ ഇത്രയധികം ഒരു ഹാപ്പി മൊമെൻറ്റ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ആനകളെ കണ്ടപ്പോൾ. അതുപോലത്തെ ആനക്കാഴ്ചകളായിരുന്നു. പറഞ്ഞ് മാത്രം കേട്ടിട്ടുള്ളൂ ഇത്ര അധികം ആനകൾ ഇവിടെ വരാറുണ്ടെന്നുള്ളത്. ഇത്തവണ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വരെ നമുക്കത് സാധിച്ചു. അപ്പോൾ നിങ്ങളും ഇവിടെയൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യുക. കാരണം അത്രയ്ക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നിങ്ങൾക്ക് അതുപോലെ ആനകളെ കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. അതും സേഫായിട്ട് ഇരുന്നിട്ട് ആനകളെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോനെ പറ്റിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ഫോളോ കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.